മുത്തശ്ശൻ ഗുരുതരാവസ്ഥയിലാണെന്നറിഞ്ഞ് കോടീശ്വരൻ വീട്ടിലേക്ക് മടങ്ങി. തന്റെ മൂത്ത സഹോദരിയും ചേട്ടനും ഒരു ഡോക്ടറെ പോലും ചികിത്സിക്കാനായി വിളിച്ചിട്ടില്ല എന്നറിഞ്ഞ് അയാൾ അസിസ്റ്റന്റിനെ കൊണ്ട് ഉന്നത നിലവാരമുള്ള ഡോക്ടർമാരെ വിളിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു. ഇതേ സമയം കോടീശ്വരന്റെ തന്ത്രശാലിയായ മൂത്ത സഹോദരി ജെന്നിഫറിനെ അപമാനിക്കാൻ ആരംഭിക്കുന്നു. അയാൾ ജെന്നിഫറിനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് തന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് സഹോദരിയെ താക്കീത് ചെയ്തു. ഇതേ സമയം ജെന്നിഫറിന് തന്റെ ശക്തി ഉപയോഗിച്ച് മൂത്ത സഹോദരിയാണ് മുത്തശ്ശന് വിഷം കൊടുത്തതെന്ന് മനസ്സിലാവുന്നു. കോടീശ്വരന്റെ മുത്തശ്ശൻ അധികനാൾ ജീവിക്കില്ല എന്ന് ഡോക്ടർ കണ്ടെത്തി. കോടീശ്വരന് അത് വിശ്വസനീയമാവാതെ ഡോക്ടർ തോളിൽ കൈവെക്കുന്നു. ഇതേ സമയം ഡോക്ടർ ഒരു കമ്മല് മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. കമ്മലുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നാലാമത്തെ സഹോദരിയുടെയെന്ന് കോടീശ്വരൻ തിരിച്ചറിഞ്ഞു. മുത്തശ്ശന് അയാൾ നല്ല പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് ജെന്നിഫറിന് മനസ്സിലാവുന്നു. അതിനുശേഷം ജെന്നിഫറിനെ റൂമിലെ ബെഡിലേക്ക് കൊണ്ടിരുത്തിയിട്ട് കോടീശ്വരൻ അവിടെ നിന്ന് പോകുന്നു. ആ സമയം മുത്തശ്ശൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ജെന്നിഫർ അങ്ങോട്ടേക്ക് പോകുന്നു. വൃദ്ധന്റെ കയ്യിലേക്ക് അവളുടെ ഊർജം കടത്തിവിട്ടപ്പോൾ അയാൾ വളരെ ശാന്തനായി കാണപ്പെട്ടു. പുറകിൽ ശബ്ദം കേട്ട ജെന്നിഫർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടറാണെന്ന് മനസ്സിലായി. ഡോക്ടർ വന്ന് വൃദ്ധനെ പരിശോധിക്കുന്നു. ജെന്നിഫറാണ് മുത്തശ്ശനെ രക്ഷിച്ചതെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നു. അതിയായ ശക്തി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ജെന്നിഫർ ബോധരഹിതയായി ഡോക്ടറുടെ തോളിലേക്ക് വീഴുന്നു.